വർഷം 2005 മെയ് ഡിഗ്രി ലെവൽ PYQs ആണ്. ഈ തീയതിയിൽ നടന്ന എക്സാമിന്റെ ഡിഗ്രി PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മളെല്ലാം ആൻസേഴ്സും മീനിങ്ങും ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോകും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബിഫോർ യു. Dash supposed to complete these assignments by afternoon. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ എന്തായിരിക്കണം ആൻസർ? Dash supposed to complete these assignments by afternoon. Should I എന്ന് വരത്തില്ല, അതൊരു അഡ്വൈസ് അല്ലല്ലോ. പിന്നെ aren't I എന്ന് തീരെ വരത്തില്ല, കാരണം യു അല്ല. അപ്പോ എന്തായിരിക്കും? Am I supposed to complete these assignments by afternoon? അപ്പൊ തേർഡ് ഓപ്ഷൻ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? മുൻപോട്ട് പോയിക്കോട്ടെ. Okay. Then next, second question. Students are advised to refrain dash bad company. Bad companyയിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് സ്റ്റുഡൻസിനെ അഡ്വൈസ് ചെയ്തേക്കുന്നത്. അപ്പം ഓഫ് അല്ല, അഗെയിൻസ്റ്റ് എതിരെ അല്ല, ഫോർ അല്ല, വേണ്ടി എന്നുള്ള അർത്ഥമല്ല, ഫ്രം നിന്നും. അപ്പോ ഓപ്ഷൻ 4 ഫ്രം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റീഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, now third question. A few workers participated in the strike, comma dash question mark. ഇവിടെ ഒരു ചോദ്യമാണ്, ഇവിടെ ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. കുറച്ച് പാർട്ടിസിപ്പന്റ് സ്ട്രൈക്കിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലേ എന്ന അർത്ഥം വരുന്ന വേർഡാണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോ ഡിഡ് ദേ വരത്തില്ല, വിൽ ദേ വരത്തില്ല, ഫ്യൂച്ചർ അല്ല, ഈസിന്റും വരത്തില്ല, സിംഗുലർ അല്ല. അപ്പൊ എന്താണ്? ഡിൻറ്റ് ദേ എന്നാണ് വരുന്നത്, കാരണം പാർട്ടിസിപ്പേറ്റഡ് പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് അല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. സോ ഡിൻറ്റ് ദേ, a few workers participated in the strike. Didn't they? So option B, didn't they, is the answer. അപ്പം where is the bus stand? Present tense ആണ്. Present tense ആവും continuous. Simple present into past, simple past. നമുക്ക് ഏത് ഫോർമാറ്റിലാണോ തന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ച്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻ ദ ടെൻസ്. നമ്മുടെ ചോദ്യം ഇവിടെ where the bus stand is ആണ്, പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഇൻഡയറക്റ്റിലോട്ട് ഇടുമ്പം ഇതിന്റെ ടെൻസ് മാറ്റും. അപ്പൊ ഈസ് അങ്ങ് വാസ് ആകും. സോ എങ്ങനെയാണ് ആൻസർ? The young man wanted to know where the bus stand was. നമ്മളുടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള വാസ്, ഈസ്, നമ്മളുടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഈസ് ഇൻഡയറക്റ്റിലോട്ട് വരുമ്പോ വാസ് ആകും. So the young man wanted to know where the bus stand was. Option C ആണ് answer. And next one, fifth question. The
The singer performed. നമുക്ക് ഓരോന്നോരായിട്ട് നോക്കാം. At the concert for 2 hours melodiously. No. പിന്നെ നമ്മൾ ഈ ആൻസർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ഇംഗ്ലീഷിലെ സ്റ്റേറ്റ്മെന്റ്സ്, നമ്മളുടെ ഇംഗ്ലീഷിലൊരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോ അത് SVO പാറ്റേണിലായിരിക്കും. ഒരു പ്ലെയിൻ സെന്റൻസ് അത് SVO, സബ്ജക്ട് ആദ്യം, പിന്നെ നമ്മുടെ വെർബ്, പിന്നെയാണ് ഒബ്ജക്റ്റ് ലാസ്റ്റിലാണ്. അപ്പൊ ഇവിടെ മെലോഡിയസ്ലി, സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. മെലോഡിയസ്ലി ഫോർ 2 hours at the concert. അതും കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. Then for 2 hours melodiously at the concert. The singer performed for 2 hours melodiously at the concert. No, that also does not suit. Then let's come to the fourth option. The singer performed melodiously. Performed, verb, melodiously, adverb, at the concert for 2 hours. At the concert for 2 hours least importance ആണ്. ഒബ്ജക്റ്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. വെർബാണ്, വെർബിന്റെ കൂടെ എപ്പോഴും ആഡ്വർബ് ജോയിൻ ചെയ്ത് വരും അല്ലെ. പെർഫോംഡ് മെലോഡിയസ്ലി, ആ വെർബിനെ സംബന്ധിക്കുന്ന ഒരു തൊട്ടടുത്ത വേർഡാണ് മെലോഡിയസ്ലി. സോ മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours. Then option D is the correct answer. Then let's move on to the sixth question. I expressed my strong desire to learn dash kayaking and dash canoeing to know the differences. Once more, let's read. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. അപ്പം രണ്ടെണ്ണത്തിനെയും കൂടെ ചേർത്ത് പറയുവാണെങ്കിൽ എന്താണ്? Both and. I expressed my strong desire to learn both. രണ്ടും എന്നുള്ള അർത്ഥമാണ്. Both kayaking and canoeing to know the differences. ഞാൻ നിങ്ങളുടെ മുന്നിൽ 2 ഫോട്ടോസ് ആണ് തന്നേക്കുന്നത്. മണ്ടയ്ക്ക് ഇരിക്കുന്ന ഫോട്ടോയാണ്, ആദ്യം ഇരിക്കുന്ന യെല്ലോ ബോട്ടിലിരിക്കുന്ന ഫോട്ടോയാണ് കനോയിങ്, ആൻഡ് പച്ച ബോട്ടിലിരിക്കുന്ന ഫോട്ടോയാണ് കയാക്കിംഗ്. ദ ഡിഫറൻസ് ഇസ് ദിസ് മച്ച്. കനോയിങ്ങില് നമ്മൾ കാല് നീട്ടി വെച്ചാണ് തുഴയുന്നത്, ആൻഡ് കയാക്കിങ്ങില് മുട്ടിങ്ങനെ മടക്കി നമ്മളിങ്ങനെ കസേര ഇരിക്കുന്ന പോലെ ഇരുന്നാണ് തുഴയുന്നത്, റോ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. സോ രണ്ടും പഠിക്കുക എന്ന രണ്ടും എന്ന അർത്ഥം വരുന്ന ഏതാണ്? ബോത്ത് ആൻഡ്. ഓക്കെ, സോ the seventh question. Now ഇവിടെ ഒരു റോങ് ആയിട്ടുള്ള ഒരു പൊട്ടത്തെറ്റുള്ള ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ആ സെന്റൻസ് നമ്മൾ കറക്റ്റ് ആക്കണം. Now let's read the question. There are no less than 50 packets of noodles in the cartoon. There are no less than 50 packets of noodles in the cartoon. ഇത് കറക്റ്റ് ചെയ്യണം. നമ്മളെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, there are not less than 50 packets of noodles in the cartoon. The same question തന്നെയല്ലേ? So no. Now next one, there are no fewer than 50 packets of noodles in the cartoon. Okay, let's hold it. Third option, there are not few than 50 packets of noodles in the cartoon. Not few than വരത്തില്ല, അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ല. ഓക്കെ, അത് അപ്പൊ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തു. Then option D, there are not lesser than 50 packets of noodles in the cartoon. Not lesser than എന്നൊരു എക്സ്പ്രഷനും ഇല്ല. അപ്പൊ എന്തായിരിക്കണം വരേണ്ടത്? B ആണ്. There are no fewer than 50 packets of noodles in the cartoon. There are no fewer than 50 packets of noodles in the cartoon. Okay. Now, next one.
question. Next year, comma, I dash guitar for 20 years. അടുത്ത വർഷം ഞാൻ 20 വർഷത്തിന് വേണ്ടി അല്ലെങ്കിൽ 20 വർഷത്തേക്ക് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ വിൽ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കും. വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. Now both options are repeated. Will have been played എന്ന് വരത്തില്ല. Will have been played എന്ന് വരത്തില്ല. എന്താണ് കാരണം? ആ ഫോർമാറ്റ് തെറ്റാണ്. Will have പ്ലസ് ബീൻ പ്ലസ് വെർബ് 1 ing ആണ്. ഇവിടെ നമ്മുടെ പ്ലേ എന്ന് പറഞ്ഞ വെർബ് ing ഫോമിലാണോ? അല്ല. വിൽ നോട്ട് ബി പ്ലേയിങ് നെഗറ്റീവ് സെന്റൻസും അല്ല. സോ വിൽ ഹാവ് ബീൻ പ്ലേയിങ് റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് 1 പ്ലസ് ing. ഇവിടെ വിൽ ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്. ബീൻ ഉള്ളത് കൊണ്ട് നമുക്കറിയാം നമ്മളുടെ വെർബിന്റെ കൂടെ ing ഫോം ആയിരിക്കും. സോ പ്ലേയിങ്. The option B is the correct answer. Next year, I will be playing guitar for 20 years. So yes. 9th question. ഈ ക്വസ്റ്റ്യനില് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റണം. So the question is, aren't we going to finish the lesson today? Aren't we going to finish the lesson today? So നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. Is the lesson going to be finished by us today? നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് നമ്മളുടെ ആക്റ്റീവ് ടു പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഏജന്റ് ലാസ്റ്റ് വരും. പാസീവ് വോയിസിലേക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ആക്റ്റീവിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പാസീവ് വോയിസിൽ ഏജന്റ് ആരാണോ കർത്താവ്, ദ ഡൂവർ ഓഫ് ആക്ഷൻ, ആ ആളങ്ങ് ലാസ്റ്റ് പോകും. ആ ആളുടെ തൊട്ട് മുൻപായിരിക്കും നമ്മൾ ബൈ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റ് എന്താണോ അത് ഏറ്റവും ഫ്രണ്ടിൽ വരും. ആ ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ഈസോ ആറോ പ്രസന്റ് ടെൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ വാസോ വേറോ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ കാണുമ്പോ അറിയാം. ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. ഇവിടെ ലെസൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. അപ്പം ലെസൺസ് എന്നില്ല, ലെസൺ എന്നേ ഉള്ളു. സോ സിംഗുലർ, ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് അല്ലേ കൊടുക്കേണ്ടത്? പ്രസന്റ് ടെൻസിലാണ്. ആറ്. The beginning itself we know that the sentence is in the present tense. So നമ്മുടെ ആൻസറും പ്രസന്റ് ടെൻസിലായിരിക്കണം. ടെൻസ് ചേഞ്ച് ചെയ്യരുത്. And according to the number of our object lesson ആണ്, and that is singular. So is the lesson going to be finished by us today? And one more thing my dears, നമ്മളുടെ പാസീവ് വോയിസില് വെർബ് എപ്പോഴും തേർഡ് ഫോമിലായിരിക്കും. ഇവിടെ ഫിനിഷ് എന്നുള്ള ഒരു സെന്റൻസ്, ഒരു വേർഡ് ആണ് സെന്റൻസിൽ, ആക്റ്റീവ് സെന്റൻസിൽ. അത് പാസീവിലോട്ട് വരുമ്പോൾ വെർബ് 3 ആകും. ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. വെർബ് 1, വെർബ് 2, വെർബ് 3. സോ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കംസ് ദ ഒബ്ജക്ട് ഇൻ ദ പാസീവ് വോയിസ്, then comes the agent of action അല്ലെങ്കിൽ the doer of action. Just an example for you to understand. Cat killed the mouse. പൂച്ച എലിയെ ഇനി നമ്മൾ പാസീവിലേക്ക് വരുമ്പോ പൂച്ച എന്നുള്ളത് നമ്മളുടെ ഏജന്റ് ആണ്, the doer of action ആണ്. ആൻഡ് മൗസ് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. എത്രയാണ് എണ്ണം? ഒരെണ്ണമാണ് എണ്ണം. ആൻഡ് കിൽഡ് ദ മൗസ്, നമുക്കിവിടെ ടെൻസ് മനസ്സിലായി. വാസ് കിൽഡ് എന്നുള്ളത് മനസ്സിലായി. കിൽഡ് എന്നുള്ളത് വാസ് കിൽഡ് എന്നായിരിക്കണം എന്ന് മനസ്സിലായി. ബൈ ദ ക്യാറ്റ്. സോ മൗസ് വാസ് കിൽഡ് ബൈ ദ ക്യാറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വാസ് കൊടുത്തത്? ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. പിന്നെ മൗസിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. അപ്പൊ ഞാൻ വേറെ എന്തായാലും എഴുതത്തില്ല. സിംഗുലർ ആയിട്ടുള്ള പാസ്റ്റ് ഓക്സിലറി ഏതാണ്? വാസ് ആണ്. സോ മൗസ് was killed by the cat.
So നമ്മുടെ option A is the correct answer. In this 9th question, A is the correct answer. Is the lesson going to be finished by us today? Okay. Now the next question. His teacher tried at correcting him by giving valuable advices. His teacher tried at correct him. അങ്ങനെ ഒരു യൂസ് ഇല്ലല്ലോ, അപ്പൊ തന്നെ ചിന്തിക്കണം. His teacher tried at correct him by giving valuable advices. ഈ സെന്റൻസ് തെറ്റാണ്, നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം. So let's look at the option. His teacher tried to correct him by giving valuable advices. His teacher tried to correct him by giving valuable advices. Let's keep it on hold. And his teacher tried to correct him by giving valuable advices. Then his teacher tried to correct him by giving valuable advices. SES, not the difference. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അഡ്വൈസ്, CE അഡ്വൈസ് ആണെങ്കിൽ ADVICE, ആ CE വരുന്ന അഡ്വൈസ് ആണെങ്കിൽ അതൊരു നൗൺ ആണ്. He gave me some valuable advice, ഉപദേശങ്ങൾ. ഇനി അഡ്വൈസ് ADVISE, I repeat, ADVISE, SE വരുന്ന അഡ്വൈസ് ആണെങ്കിൽ അതൊരു വെർബാണ്, ഉപദേശിക്കുക എന്നാണ് അർത്ഥം. സോ ഒന്ന് നൗണ് ഉപദേശം ആൻഡ് മറ്റൊന്ന് വെർബ് ഉപദേശിക്കുക. സോ അഡ്വൈസസ് എല്ലാം അതല്ല വരുന്നത്. ആൻഡ് തേർഡ് വൺ, ഹിസ് ടീച്ചർ tried to correct him by giving valuable advice. ഉപയോഗപ്രദമായ ഉപദേശം എന്നാണ്. ഇവിടെ അഡ്വൈസസ് എന്നല്ല, ഉപദേശങ്ങൾ നല്ല അർത്ഥം വരുന്നത്. So then the last option, his teacher tried at correct him by giving valuable advices. Again at correct him എന്ന് വരത്തില്ല. Okay, and ഇവിടെ കറക്റ്റ് ആൻസർ C ആണ്. ഈ C ആൻസർ തന്നെ രണ്ടു വട്ടം റിപ്പീറ്റ് ആയിട്ടുണ്ട് ഓപ്ഷൻ എയിലും. So you have to be, നിങ്ങൾ ഓപ്ഷൻ എ എഴുതിയാലും അതുപോലെ തന്നെ, അതായത് ഓപ്ഷൻ സി എഴുതിയാലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, tried to correct him by giving advice അല്ലെങ്കിൽ advices. Then 11th question. Yesterday Tim parked in a restricted area. Yesterday Tim parked in a restricted area and the police dashed his truck. Now you have to choose the word that best completes the sentence. From ആ ഡാഷില് മീനിങ്ങിന്, നേരത്തെ പറഞ്ഞ സെന്റൻസിന്റെ മീനിങ്ങുമായിട്ട് യോജിക്കുന്ന ഒരു വേർഡാണ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യേണ്ടത്. ഇംപൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക. ഓക്കെ, കരസ്ഥമാക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം. ഇംപ്രിസൺഡ് എന്ന് പറഞ്ഞാലോ ജയിലിലാക്കുക. ഒരിക്കലും കാറിനെ നമ്മൾ ജയിലിലാക്കത്തില്ല. ഇംപെയിൽഡ് എന്ന് പറഞ്ഞാലോ, ഇംപെയിൽഡ് എന്ന് പറഞ്ഞാലും വേറെ ഒരു അർത്ഥമാണ്. ഇന്റേൺഡ് എന്ന് പറഞ്ഞാലോ, ഇന്റേൺഡ് എന്ന് പറഞ്ഞാൽ ഇന്റേൺ ചെയ്യുക. ആൻഡ് സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി impounded. So impounded correct answer കിട്ടുമ്പോൾ തന്നെ അതങ്ങ് കറക്റ്റ് ചെയ്ത് പോയിക്കോളുക. So the first option A is the correct answer. To seize meaning എന്താണ്? To seize or take possession of something. Okay, and നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞു impaled. Impailedന്റെ മീനിങ് എന്താണ്? Impailedന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ തുളച്ച് ഫിക്സ് ചെയ്യുക, എന്തെങ്കിലും ആങ്കർ ചെയ്യുക, പിടിച്ച് തുളച്ച് ഫിക്സ് ചെയ്യുക. നമ്മളുടെ ജീസസ് ക്രൈസ്റ്റിനെ ഒക്കെ വുഡിൽ ഇംപെയിൽ ചെയ്യുമായിരുന്നു. ഓക്കെ, ആൻഡ് then the next word is intern. അതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്റേൺഡിന്റെ മീനിങ് എന്താണ്? കൺഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡീറ്റൈൻ ചെയ്യുക, കൺഫൈൻ ചെയ്യുക.
ഓക്കെ, അതും ഇംപ്രിസൺഡ് അതേ ഷെയ്ഡ് ഉള്ള ഒരു മീനിങ് ആണ്. സോ അതല്ല അതിന്റെ മീനിങ് വരുന്ന ആൻസർ. സോ ഇംപൗണ്ടഡ് പിടിച്ചെടുക്കുക, കോൺഫിസ്കേറ്റ് ചെയ്യുക, വേറൊരു വാക്കും കൂടെ ഉണ്ട്, കോൺഫിസ്കേറ്റ് പിടിച്ചെടുക്കുക, ടു ടേക്ക് പൊസഷൻ ഓഫ് സംതിങ്. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് question. Next question. I was dash when they rang up and informed that I had won a lottery. So in the meaning ആണ്, choose the correct idiom or the idiomatic expression. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ഇപ്പം ഇത് അറിയാവുന്ന ഒരാളാണെങ്കിൽ പറയും. Okay, am I visible dears? Okay, yes. ഓക്കെ, ഇത് അറിയാവുന്ന ഒരാളാണെങ്കിൽ പറയും ഓൺ ക്ലൗഡ് നയൻ. ഓൺ ക്ലൗഡ് നയന്റെ മീനിങ് എന്താണ്? ഭയങ്കര ഹാപ്പി ആയിരിക്കുക എന്നാണ് അതിന്റെ മീനിങ്. ആൻഡ് ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് അപ്പിയറൻസ്. 13th question. It was her first appearance. It was her first appearance in public as a performer in Bollywood movies. Give one word for the word in italics. Appearance. ഇവിടെ ഐറ്റലൈസ് ചെയ്തത് അപ്പിയറൻസിനെയാണ്. ഐറ്റലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പിയറൻസിനെയാണ്. സോ അതിന്റെ എന്തായിരിക്കും അർത്ഥം വരുന്നത്? ഡെബ്യൂ. ഡെബ്യൂ. കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ വന്ന് ഭവിക്കുക, വന്ന് തീരുക, റിസൾട്ട് ഇൻ. ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവം എല്ലായിടത്തും ഇല്ലേ? എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് ദൈവം, തൂണിലും തുരുമ്പിലും. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാലോ പ്രത്യേക സൃഷ്ടി, പ്രത്യേക സൃഷ്ടി. ഡെബ്യൂ എന്ന് പറഞ്ഞാലാണ് തുടക്കം അല്ലെങ്കിൽ അപ്പിയറൻസ്. മൂവിയിലൊക്കെ നമ്മൾ ഡെബ്യൂ എന്ന വാക്കാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് കണക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. And the 14th question. The company celebrated the accomplishment of all their goals. Accomplishment. Now you have to choose the antonym of the underlined word. Antonym എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ്, വിപരീത പദം. സോ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാകുക, ഫുൾഫിൽഡ് ആകുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നാശമാകുക അല്ലെങ്കിൽ അത് അൺഫുൾഫിൽഡ്. ഫ്രൂട്ടിഷൻ എന്ന് പറഞ്ഞാൽ ഫലം കാണുക. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ നിറവേറുക അല്ലെങ്കിൽ നിറവേറ്റുക. ആൻഡ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കുക. സോ ഇതൊന്നും അല്ല മീനിങ്. സോ ഫസ്റ്റ് ആൻസർ, ദ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഫെയിലിയർ. അക്കംപ്ലിഷ്മെന്റിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ആണ് ഫെയിലിയർ. ഒന്ന് പോവുകയാണെങ്കിൽ അക്കംപ്ലിഷ്മെന്റ്, മറ്റൊന്ന് നശിച്ചു പോവുക അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി പോവുക. ഫെയിലിയർ. ആന്റോണിമസ് ഫെയിലിയർ. സോ ഓപ്ഷൻ എ, ഫെയിലിയർ, ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് 15th question, my dears. 15th question. The weather is suitable for sowing seeds. The weather is suitable for sowing seeds. Now ഇവിടെ underline ചെയ്യുന്നത് suitable നെയാണ്. So choose a similar word for the underlined word. അപ്പൊ നമുക്ക് നോക്കാം. കോൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ കൂടെ ഒപ്പം തന്നെ ജനിക്കുന്ന എന്തെങ്കിലും. സോ ഫോർ എക്സാമ്പിൾ കോൺജെനിറ്റൽ ഹാർട്ട് ഡിസീസ്. നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാർട്ട് ഡിസീസ്, ബൈ ബർത്ത് എന്നാണ് അതിന്റെ അർത്ഥം. കോൺജെനിയൽ എന്ന് പറഞ്ഞാലോ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഹാഡ് എ വെരി കോൺജെനിയൽ റിലേഷൻഷിപ്പ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള. കോൺടേജിയസ് എന്ന് പറഞ്ഞാലോ പകരുന്ന വ്യാധികളൊക്കെ ഇല്ല, ഡിസീസസ്, കോൺടേജിയസ് ഡിസീസസ്, പ്ലാഗ് പോലെയൊക്കെയുള്ള. ആൻഡ് കോൺവേഴ്സ് എന്ന് പറഞ്ഞാലോ സംഭാഷണം, സംവാദം. സോ ഇതൊന്നുമല്ല. അപ്പം ഫ്രണ്ട്ലി എന്നുള്ള ഒരു സൂട്ടബിൾ തരത്തിന്, സൂട്ടബിൾ ഓക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. സോ അതിന്റെ മീനിങ് വരുന്ന ഒരു വേർഡ് ആണ് ബി, കോൺജെനിയൽ. ദാറ്റ് മീൻസ് ഫ്രണ്ട്ലി. കോൺജെനിയൽ മീൻസ് ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെതർ കണ്ടീഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിത്ത് പാകാൻ പറ്റത്തുള്ളൂ ഫോർ സോയിങ് ദ സീഡ്സ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, മൈ ഡിയേഴ്സ്. കോൺജെനിയൽ. ഓരോന്നിന്റെ മീനിങ് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കി പോവുക. സോ യു മൈറ്റ് ഗെറ്റ് ക്വസ്റ്റ്യൻസ്. മീനിങ് അറിയാമെങ്കിൽ അത്രയും എളുപ്പം. So then the 16th question.
choose the word that is spelled incorrectly. Incorrectly. Okay. So bureaucrat, bureaucrat, B-U-R-E-A-U-C-R-A-T. Okay, that sounds correct. That is the correct spelling we know. Then an entrepreneur, entrepreneur. The entrepreneur alla, entrepreneur nana inde pronunciation. Okay, ee answer namakku hold il vekkan doubt undengile. Then intelligentsia. Okay, intelligentsia angane oru word undu, correct. Then septuagenarian. Septuagenarian എന്ന് പറഞ്ഞാൽ എന്താണ്? 70കളിൽ 70s ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളിനെയാണ് സെപ്റ്റുവാജനേറിയൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എനിക്ക് സംശയമുള്ളത് ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് ആണ്. സോ ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് അറിയാവുന്ന ഒരാൾക്ക് അറിയാം. ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് ENTREPRENEUR. സോ അവിടെ PREUവിന്റെ ആവശ്യമില്ലായിരുന്നു. ആ യു ആണ് ഇൻകറക്റ്റ്. അപ്പൊ ആ ഫുൾ സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആണ്. ദാറ്റ്സ് വൈ option B is incorrect and the correct spelling is given below. Entrepreneur, ENTREPRENEUR. Then coming to the 17th question, my dears. So ഇവിടെ ഒരു ഫ്രഞ്ച് പ്രയോഗമാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഫ്രഞ്ച് ക്ലാസിക്സ് ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഫ്രഞ്ച് ക്ലാസിക്സ് ഒക്കെ ഒരു പരിചയം കാണുമല്ലോ. അപ്പം ഈ വോസ് പ്ലേറ്റ്, ഈ വോസ് എന്ന് പറഞ്ഞാൽ വേർഡ് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് ഫ്രഞ്ച് ലാറ്റിൻ ഇതിൽ കണക്ഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് റെസ്പോണ്ടസ്, റെസ്പോണ്ടസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ടസ്, റെസ്പോണ്ട് വരെ നമുക്കറിയാം, റെസ്പോണ്ട് ചെയ്യുക. അപ്പം അത് പിടിച്ച് വേണം നമ്മൾ നോക്കാന്. ആൻസർ എ, പ്ലീസ് സെർവ് ഓൺ എ സിൽവർ പ്ലേറ്റ് എന്നല്ല, പീസ് ബി വിത്ത് യു എന്നും തോന്നുന്നില്ല. യു ഷുഡ് ബി റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ ഡൗട്ട് ഉണ്ട്, റെസ്പോൺസിബിൾ വരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ എന്താണ്? റെസ്പോണ്ട് വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊരു ഫ്രഞ്ച് എക്സ്പ്രഷൻ ആണ്. ആൻസർ പ്ലീസ് എന്നതിന്റെ, ആൻസർ പ്ലീസ് എന്നതിന്റെ ഫ്രഞ്ച് expression ആണ് responders ill was plate. So option D is the correct answer. And next 18th question. Now we are nearing the end of questions. 20 questions are there total. Now the 18th question. 18th question എന്താണ്? The thieves dash the apartment while the family was on a vacation. The thieves dashed the apartment while the family was on a vacation. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കള്ളന്മാര് ആരുടെയോ അപ്പാർട്ട്മെന്റില്, ഒരു ഫാമിലിയുടെ അപ്പാർട്ട്മെന്റില്, അവര് ആ അപ്പാർട്ട്മെന്റിൽ ഇല്ല, ഒരു വെക്കേഷന് പുറത്തു പോയിരുന്നതാണ്. ആ നേരം ഇടിച്ചു കയറി. അപ്പൊ ആ അർത്ഥം വരുന്നത് എന്താണ്? ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്ക് ഡൗൺ, വിഷമിച്ച് ഉടഞ്ഞു പോവുക, തകർന്നു പോവുക. ബ്രോക്ക് അവേ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക. ബ്രോക്ക് അപ്പ് എന്ന് പറഞ്ഞാലോ അതിന് പല അർത്ഥങ്ങളും ഉണ്ട്. പൊട്ടിപ്പോവുക, റിലേഷൻഷിപ്പ് ഇല്ലാതായി പോവുക. Then comes broke into. Broke into means ഇടിച്ചു കയറുക, കടന്നു കയറുക എന്നാണ് അർത്ഥം. Broke into. The burglars broke into the shop at night. അവര് ആരും അറിയാതെ ഇടിച്ചു കയറി, അവരാരും അറിയാതെ കടന്നു കയറി. ആ കടന്നു കയറിയെന്ന മീനിങ് ആണ് broke into. So option A, broke into, is the correct answer. So ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. The thieves broke into the apartment while the family was on a vacation. Okay. Now the next is the 19th question. Antennas dash able cockroaches to sense their surroundings. Antennas എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ എന്താ കോക്രോച്ചിന്റെ പാറ്റകളുടെ കൊമ്പ്. ആ കൊമ്പ് എന്തെടുക്കും? അവരെ സഹായിക്കും അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കും. എന്തിന്? ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. അവരുടെ ചുറ്റുപാട് സെൻസ് ചെയ്യാൻ അവരെ ഈ പാറ്റകളുടെ ആന്റിനാസ് അവരെ
പ്രാപ്തരാക്കും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലേ? അപ്പം അതിന്റെ ഫസ്റ്റ് ആ പ്രിഫിക്സ് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. പ്രിഫിക്സ് നേരിട്ട് തുടക്കത്തിൽ വരുന്നതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നോക്കാം നമുക്ക്. ഡിസേബിൾ എന്നൊരർത്ഥമല്ല, അതിനെ ഡിസ്കറേജ് ചെയ്യുവല്ല, ആന്റിനാസ് ഡിസ്കറേജ് ചെയ്യുവല്ല, അതിനെ എന്തുവാ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് അല്ലെ, ഹെൽപ്പ് ചെയ്യുവാണ്. സോ ഡിസേബിൾ വരത്തില്ല, സെയിം അൺഏബിളും വരത്തില്ല. എനേബിൾ നോക്കാം. എനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുക. ഐ വിൽ എനേബിൾ യു ടു പാസ് ദ എക്സാം, ഞാൻ നിങ്ങളെ എക്സാം പാസ്സാകാൻ സഹായിക്കാം. എനേബിൾ. ദെൻ ഇനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നേബിൾ ഒരു അവസ്ഥയാണ്. ഇനേബിൾ, ഐ ആം ഇനേബിൾ ടു മൂവ് അല്ലെങ്കിൽ ഐ ആം അൺഏബിൾ ടു മൂവ്. ഇന്നേബിലിറ്റി, കുറവ് എന്നാണ് മീനിങ്. അപ്പൊ ഇതൊന്നും അല്ല ഈ അർത്ഥം വരുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. സോ എനേബിൾ എന്നാണ് ഇവിടുത്തെ പ്രിഫിക്സ്. Antennas enable cockroaches to sense their surroundings. And the 20th question and the final question. The phenomenon of glowing sea. The phenomenon of glowing sea. Water signifies. The phenomenon of glowing sea water signifies changes in the marine environment. അപ്പോ ഐഡന്റിഫൈ ദ പ്ലൂറൽ. പ്ലൂറൽ ആണ് മനസ്സിലാക്കേണ്ടത്. പ്ലൂറൽ ഓഫ് ദ വേർഡ് ഫ്രം ദ ഗിവൺ ചോയ്സസ്. സോ ഫിനോമിനൻ, ദാണ്ടെ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത് ഫിനോമിനെയാണ്. ഈ ഫിനോമിനൻ എന്ന് പറയുന്നത് ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? ഇതിന്റെ മീനിങ് ആക്ച്വലി റിമാർക്കബിൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇവന്റിനെയൊക്കെയാണ്. നോട്ടബിൾ, നോട്ട് വർത്തി ആയിട്ടുള്ള. സോളാർ എക്ലിപ്സ് എന്നൊക്കെ പറയത്തില്ലേ? സോളാർ എക്ലിപ്സ് വാസ് എ റെയർ ഫിനോമിനൻ. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സംഭവമാണ്, ഒരു ഇവന്റ് ആണ്. അപ്പൊ ഇവന്റ് എന്ന മീനിങ് ആണ് ഫിനോമിനൻ. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്താണ്? ഫിനോമിനൽ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. ഫിനോമിനയോ? ഫിനോമിന. ഫിനോമിന കേട്ടിട്ടില്ലേ? ഫിനോമിനാസ് എന്ന് പറയുന്ന കേട്ടിട്ടില്ല. ഫിനോമിന, ഫിനോമിന. സോ ഫിനോമിന ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഫിനോമിന. ഫിനോമിനന്റെ പ്ലൂറൽ ആണ് ഫിനോമിന. ആൻഡ് ഫിനോമിനിയം എന്നുള്ളൊരു വേർഡ് ഇല്ല കേട്ടോ. ഐ ഹാവ് ബ്രൗസ്. ഫിനോമിനിയം എന്നുള്ളൊരു വേർഡ് ഇല്ല. ഫിനോമിനൽ എന്നൊരു വേർഡ് ഉണ്ട്. ഫിനോമിനൽ. ദിസ് വാസ് എ ഫിനോമിനൽ ഇവന്റ്. അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഫിനോമിന, ഫിനോമിനൽ സിംഗുലർ, ഫിനോമിനൽ പ്ലൂറൽ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ 20 PYQs ഡിസ്കഷൻ. സോ ഐ ഹോപ്പ് you all go through more such questions. ഇതുപോലെ ഇനിയും questions നിങ്ങൾ സോൾവ് ചെയ്യുക. And yes, if there is any doubt, do definitely ask. So that's all dears. Thank you. ഇന്ന് കുറച്ച് PYQ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? Identify the segment of the sentence that contain a grammatical error. It actually does take place and the water on this area is forbidden. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഏതോ ഒരു സെന്റൻസിൽ കുറച്ച് ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ട്. ആ ഗ്രാമാറ്റിക്കൽ എറർ കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഏതാണ്? ഈസ് ഫോർബിഡൻ. ഓപ്ഷൻ ബി ഡസ് ടേക്ക് പ്ലേസ്. ഓപ്ഷൻ സി ആൻഡ് ദ വാട്ടർ on this area. Option D, it actually. So എന്താണ് ഇവിടെ വരുന്ന തെറ്റ്? നമ്മൾ ഒരിക്കലും and the water on this area എന്ന് പറയത്തില്ല. എപ്പോഴും എന്ത് യൂസ് ചെയ്യത്തുള്ളൂ? and the water in this area എന്ന് യൂസ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും on പറയത്തില്ല. and the water in this area. So ഈ ഒരു സെന്റൻസിൽ തെറ്റ് വരുന്ന ഏതാണ്? and the water on this area എന്ന പോർഷനിലാണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത്. സോ ആൻസർ ഓപ്ഷൻ സി, and the water on this area. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ വേർഡ് ഇൻഡിഫാറ്റിക്കബിൾ.
Select the most appropriate antonym of the word indefatigable. Option number A, indolent. Option number B, unabated. Option number C, intense. Option number D, feverish. ആന്റണിം എന്ന് വെച്ചാൽ എന്താണ്? ആന്റണിം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വേർഡ്. ഇൻഡിഫാറ്റിഗബിളിന്റെ ഓപ്പോസിറ്റ് വേർഡ് സെലക്ട് ചെയ്യുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻഡിഫാറ്റിഗബിൾ എന്നാൽ എന്താണ് ഇൻഡിഫാറ്റിഗബിൾ എന്ന് വെച്ചാൽ? ഇൻഡിഫാറ്റിഗബിൾ എന്ന് വെച്ചാൽ ക്ഷീണം പ്രകടിപ്പിക്കാതെ നമ്മൾ ജോലി ചെയ്യുന്നതിനെയാണ് ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്ഷീണവും ഇല്ലാതെ നമ്മൾ ജോലി ചെയ്യും. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അന്നേരം ഇൻഡോളന്റ് ആണോ, അൺഅബേറ്റഡ് ആണോ, ഇന്റൻസ് ആയിരിക്കോ, ഫെവറിഷ് ആയിരിക്കോ വരുന്നത്? നമുക്കന്നേരം ഓരോ ഓപ്ഷന്റെയും മീനിങ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഡോളന്റ്. ഇൻഡോളന്റ് എന്ന് വെച്ചാല് ലേസി ആണെന്നാണ് അർത്ഥം. ഇൻഡോളന്റ് എന്നാണ് ലേസി എന്നാണ് അർത്ഥം. അൺഅബേറ്റഡ് എന്ന് വെച്ചാല് നിർത്താതെ അല്ലെങ്കിൽ അടങ്ങാതെ ജോലി ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെയാണ് നമ്മൾ അൺഅബേറ്റഡ് എന്ന് വിളിക്കുന്നത്. ഇന്റൻസ് എന്ന് വെച്ചാൽ തീവ്രമായ എന്നുള്ള ഒരു അർത്ഥം വരുന്നതാണ് ഇന്റൻസ്. ഫെവറിഷ് എന്ന് വെച്ചാല് പരിഭ്രമം, നമുക്ക് എന്തോ ഒരു പേടിയോ പരിഭ്രമോ അങ്ങനെയുള്ളതായി അല്ലെങ്കിൽ ഒരു പനി, ആ ഒരു മീനിങ്ങിലാണ് ഫെവറിഷ് വരുന്നത്. അപ്പം ഇൻഡിഫാറ്റിഗബിളിന്റെ ഓപ്പോസിറ്റ്. ഇൻഡിഫാറ്റിഗബിൾ എന്ന് വെച്ചാൽ ക്ഷീണം പ്രകടിപ്പിക്കാതെ ജോലി ചെയ്യുന്ന എന്ന് വെച്ചാൽ എന്താണ്? എത്ര ജോലി ചെയ്താലും ഒരു ക്ഷീണവും ഇല്ല, ഭയങ്കര ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡാണ്. അന്നേരം ഈ 4 മീനിങ്ങിലും ഏതായിരിക്കും ആപ്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ഇൻഡോളന്റ് ആണ്. ഇൻഡോളന്റ് എന്ന് വെച്ചാൽ എന്താണ്? ലേസി എന്നാണ് അർത്ഥം. സോ ഇൻഡിഫാറ്റിഗബിളിന്റെ ഓപ്പോസിറ്റ് ആന്റണി എന്ന് പറയുന്നത് ഇൻഡോളന്റ് ആണ്. ഓപ്ഷൻ എ ഇൻഡോളന്റ്. ആൻസർ എ ഇൻഡോളന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിയേ. റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദി സെന്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ ഡ്യൂ ടു ഡാഷ്. ഫസ്റ്റ് പി, ദ സുനാമി ഓഫ് 2004. ക്യൂ, the coastal regions of Tamil Nadu. R, the lack of an adequate warning system. Yes, devastated a large portion of. ഈ സെന്റൻസിനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ PQRS, ഓപ്ഷൻ ബി PRSQ, ഓപ്ഷൻ സി RSPQ, ഓപ്ഷൻ ഡി RPSQ. അങ്ങനെ നോക്കിക്കേ. ക്വസ്റ്റ്യൻ തുടക്കം എങ്ങനെയാണ്? ഡ്യൂ ടു. ഡ്യൂ ടു എന്ന് വെച്ചാൽ എന്താണ്? കാരണം എന്നാണ് അർത്ഥം. ഡ്യൂ ടു. അന്നേരം എന്ത് കാരണമാണ് എന്ന് നമ്മൾ നോക്കണം. എന്ത് കാരണമാണ്? ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷൻ എന്ത്, അല്ലെങ്കിൽ നമ്മുടെ PQRSനകത്ത് നോക്കിക്കേ. എന്ത് കാരണമാണ്? ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. അതാണല്ലോ കാരണം. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. അന്നേരം 6 തുടങ്ങുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? സിയും ഡിയും 6 തുടങ്ങുന്നതാണ് അല്ലെ. അന്നേരം സിയിൽ നോക്കിക്കേ. 6 കഴിഞ്ഞ് എസ് ആണ്. എസ് എന്ന് പറയുമ്പോൾ ഡിവാസ്റ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് എന്നാണ്. ദ ലാക്ക് ഓഫ് അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം ഡിവാസ്റ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ്. പിന്നെ പി അല്ലേ? ദ സുനാമി ഓഫ് 2004, the coastal region of Tamil Nadu. അങ്ങനെയല്ലേ വരുന്നേ? എന്നാണ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ദി അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം, ദ സുനാമി ഓഫ് 2004 ഡിവാസ്റ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് ദി തമിഴ്നാട്. അത് കറക്റ്റ് ഒരു ഗ്രാമാറ്റിക്കൽ ഓർഡറിലുള്ള ഒരു സെന്റൻസ് ആയില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കാം? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി ആണ്. RPSQ. തിരിഞ്ഞുപോയി, സോറി. ഓപ്ഷൻ ഡി RPSQ ആണ്. അതിൽ ഞാൻ പറഞ്ഞ RPSQ എന്താണ്? ദ ലാക്ക് ഓഫ് ആൻ അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. The lack of an adequate warning system devastated a large portion of the coastal region of Tamil Nadu. അതായിരിക്കും നമ്മുടെ അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഡി. RPSQ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. RPR, the lack of an adequate warning system, the tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu. അതായിരിക്കും ഓപ്ഷൻ ഡി. RPSQ ആയിരിക്കും അവിടെ കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്. സോ അടുത്ത നോക്കിക്കേ. ആൻസർ ഓപ്ഷൻ ഡി RPSQ. Question number 4 നോക്കിക്കേ. Select the correct indirect form of the given sentence. Select the correct indirect form of the given sentence. Sentence ഏതാണെന്ന് നോക്കിക്കേ. John said to Tina, where were you going? എന്നാണ്. John said to Tina, where you going? അപ്പം ഇതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ഇതിനകത്ത് തന്നേക്കുന്ന എന്താന്ന് നോക്കിക്കേ. ഇതിനകത്ത് വെയർ എന്ന് പറയുന്ന ഒരു
വാക്കുണ്ട് അല്ലെ, വെയർ യു ഗോയിങ്, രണ്ടാമത്തെ വേറാണ് WERE. അപ്പൊ നമുക്കറിയാം ഒരു റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് വെയറോ വാസോ വരുവാണെങ്കിൽ എന്നാണ് റിപ്പോർട്ടഡ് സെന്റൻസിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സെന്റൻസിൽ വെയറോ വാസോ വരികയാണെങ്കിൽ എന്ത് വരും? അവിടെ ഹാഡ് ബീൻ വരണം. എന്താണ്? ഒരു സെന്റൻസിൽ വെയർ വരികയാണെങ്കിൽ അവിടെ എന്ത് വന്നിരിക്കണം? ഹാഡ് ബീൻ വന്നിരിക്കണം. ഹാഡ് ബീൻ. നോക്കിക്കേ ഏതൊക്കെ ഇതിനകത്താണ്? ഇതിനകത്ത് ഏതെങ്കിലും ഓപ്ഷനകത്ത് ഹാഡ് ബീൻ ഉണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ജോൺ ആസ്ക്ഡ് ടീന വെയർ ഷീ വാസ് ഗോയിങ്. ഓപ്ഷൻ ബി നോക്കിക്കേ, ജോൺ ആസ്ക്ഡ് ടീന വെയർ ഷീ ഹാഡ് ബീൻ ഗോയിങ്. ഓപ്ഷൻ സി നോക്കിക്കേ, ജോൺ ആസ്ക്ഡ് ടീന വെയർ ഷീ ഗോയിങ്. ഓപ്ഷൻ ഡി, ജോൺ ആസ്ക്ഡ് ടീന വെയർ വാസ് ഷീ ഗോയിങ്. അന്നേരം ഇതിനകത്ത് ഹാഡ് ബീൻ വരുന്ന ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ബി ആണ്. അന്നേരം ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ജോൺ ആസ്ക്ഡ് ടീന വെയർ ഷീ ഹാഡ് ബീൻ ഗോയിങ്. ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് നമ്മുടെ ഒരു സെന്റൻസിൽ വെയർ ഉണ്ടെങ്കിൽ, WERE വെയർ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും എന്തായിരിക്കും? ഹാഡ് ബീൻ ആയിരിക്കും സെന്റൻസ് ഇൻഡയറക്റ്റ് ഫോമിൽ വരുമ്പോ, റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് വരുമ്പോ ഹാഡ് ബീൻ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷനകത്ത് ഹാഡ് ബീൻ വരുന്ന ഒറ്റ സെന്റൻസേ ഉള്ളൂ, അതാണ് ഓപ്ഷൻ ബി. അതുകൊണ്ടാണ് ജോൺ ആസ്ക്ഡ് ടീന വെയർ ഷീ ഹാഡ് ബീൻ ഗോയിങ് അവിടുത്തെ ആൻസർ ആയിട്ട് എടുക്കുന്നത്. സോ ഇതിനകത്തുള്ള ആൻസർ ആണ് ഓപ്ഷൻ ബി, ജോൺ ആസ്ക്ഡ് ടീന വെയർ ഷീ ഹാഡ് ബീൻ ഗോയിങ്. ഓപ്ഷൻ ബി, ജോൺ ആസ്ക്ഡ് ടീന വെയർ ഷീ ഹാഡ് ബീൻ ഗോയിങ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. അന്നേരം താഴെ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മുടെ ഈ ഒരു വാക്ക് കാണുമ്പോഴേ അറിയാം വാക്ക് എന്തുമായിരിക്കും? അക്വൈൻറ്റൻസ് ആയിരിക്കും. എന്താണ്? അക്വൈൻറ്റൻസ്. അന്നേരം നോക്കി അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അക്കു എയിൻഡ് എൽസ്. അക്വൈൻറ്റൻസ്. അന്നേരം ഏതായിരിക്കും ഇതിനകത്ത് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അക്കു, ACQU, എയിൻഡ് AINTENS, അന്നേരം ഓപ്ഷൻ സി ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ നമ്പർ 5. അല്ലെങ്കിൽ ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻ ബിലോ. അക്വൈൻറ്റൻസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 6, if she had taken the medicine, she dash better. If she had taken the medicine, she dash better. ഇതിനകത്ത് ഇതൊരു ഇഫ് ക്ലോസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോക്കിക്കേ, അപ്പം ഒരു ക്വസ്റ്റ്യനകത്ത് ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 വന്നാൽ എന്താണ്? ഒരു ക്വസ്റ്റ്യനില് ഇഫ് ക്ലോസില് അല്ലെങ്കിൽ ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 വന്നാൽ അവിടെ വരുന്ന ഉത്തരത്തിനകത്ത് വുഡ് ഹാവോ അല്ലെങ്കിൽ കുഡ് ഹാവോ യൂസ് ചെയ്യണം. ഓക്കെ ആണോ എന്നാണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനകത്ത് ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3. ഇവിടെ ഹാഡ് ടേക്കൺ ആണ്. ഇവിടെ ടേക്കൺ എന്ന് പറയുന്നത് V3 ഫോം ആണ്. സോ ഹാഡ് പ്ലസ് V3 വന്നാൽ അവിടെ വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 വരണം. എന്താ നോക്കിക്കേ, ഇതിനകത്ത് വുഡ് ഹാവോ കുഡ് ഹാവോ ഉണ്ടോ നോക്കിക്കേ ഓപ്ഷനകത്ത്. ഓപ്ഷൻ എ എന്താണ്? കുഡ് ഫീൽ. ഓപ്ഷൻ ബി വുഡ് ഹാവ് ഫെൽറ്റ്. ഓപ്ഷൻ സി കുഡ് ഹാവ് ഫീൽ. ഓപ്ഷൻ ഡി വുഡ് ഫെൽറ്റ്. എന്നിട്ട് ഇതിനകത്ത് വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ബിയും സി. ഓക്കെ, അതാ എപ്പോഴും നമ്മൾ വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് യൂസ് ചെയ്താൽ അതിന്റെ കൂടെ V3 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതും കൂടെ ആലോചിച്ച് നോക്കാം. വുഡ് ഹാവോ കുഡ് ഹാവോ യൂസ് ചെയ്താൽ അതിന്റെ കൂടെ V3 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കിക്കേ, വുഡ് ഹാവ് ഫെൽറ്റ് ഉണ്ട്, കുഡ് ഹാവ് ഫീൽ ഉണ്ട്. ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? V3 ഫോം അല്ല. എന്നിട്ട് ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി വുഡ് ഹാവ് ഫെൽറ്റ് ആയിരിക്കും അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ പറയാം, ഇവിടെ ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 വന്നാൽ ഒന്നെങ്കിൽ വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വുഡ് ഹാവിന്റെ കൂടെ കുഡ് ഹാവിന്റെ കൂടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് V3 ആയിരിക്കും. സോ ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വുഡ് ഹാവ് ഫെൽറ്റ്. വുഡ് ഹാവ് ഫെൽറ്റ്. ഓപ്ഷൻ ബി വുഡ് ഹാവ് ഫെൽറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, every school and college dash a library. The students along with their friends dash the library. Every school and college dash a library. The students along with their friends dash the library. Option A have
visit. Option B, has visits. Option C, has visit. Option D, have visits. സോ അത് നമുക്കറിയാം, നമ്മൾ നോക്കിക്കേ, എവരി സ്കൂൾ ആൻഡ് കോളേജ്. എവരി എന്ന് പറയുമ്പോൾ അവിടെ ഏതായിരിക്കും വരുന്നത്? എവരി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? സിംഗുലർ വേർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതൊരു ഓപ്ഷൻ നോക്കിക്കേ, സിംഗുലർ വേർബ് വരുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഉണ്ട് അല്ലെ, ഹാസും ഹാസ്. അതുകൊണ്ട് ഓപ്ഷൻ ബി എന്നത് ഹാസ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത് നമുക്ക് ഉറപ്പിക്കാം. ഇനി അടുത്ത് നോക്കിക്കേ, ദ സ്റ്റുഡൻസ് എലോങ് വിത്ത് ദെയർ ഫ്രണ്ട്സ് ഡാഷ് ദ ലൈബ്രറി. ദ സ്റ്റുഡൻസ് എലോങ് വിത്ത് എന്നൊരു അവിടെ ഒരു വേർഡ് ഉണ്ട്, എലോങ് വിത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലോങ് വിത്ത് എന്ന് പറയുന്ന വേർഡ് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റിലത്തെ എന്താണ് നൗൺ അല്ലെങ്കിൽ ഫസ്റ്റിലത്തെ വാക്കായിരിക്കും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഇവിടുത്തെ ഫസ്റ്റത്തെ വേർഡ് ഏതാണ്? ദ സ്റ്റുഡൻസ് എന്നാണ്. ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആരാണ്? പ്ലൂറൽ ആണ് അല്ലെ. പ്ലൂറൽ ആകുമ്പോൾ അവിടെ വരേണ്ടത് എന്തായിരിക്കണം? പ്ലൂറൽ വേർബ് ആയിരിക്കണം വരേണ്ടത്. എന്നിട്ട് നോക്കിക്കേ, ഹാസ് വിസിറ്റ്സ് ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഹാസ് വിസിറ്റ് ആയിരിക്കും വരുന്നത്. കാരണം എന്താണ് ഹാസ് വിസിറ്റ് വരേണ്ട? കാരണം ഹാസ് സിംഗുലറും വിസിറ്റ് എന്ന് പറയുന്നത് പ്ലൂറലും ആണ്. അതുകൊണ്ട് സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ വരുന്ന എന്തായിരിക്കും? വിസിറ്റ്. സോ ഹാസ് വിസിറ്റ്. എന്നിട്ട് അവിടുത്തെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ഹാസ് വിസിറ്റ്. എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ ലൈബ്രറി. ദ സ്റ്റുഡൻസ് എലോങ് വിത്ത് ദെയർ ഫ്രണ്ട്സ് വിസിറ്റ് ദ ലൈബ്രറി. സോ ആൻസർ ഓപ്ഷൻ സി ഹാസ് വിസിറ്റ്. Next question. His wife can't dash his terrible behavior anymore. His wife can't dash his terrible behavior anymore. Option A, putting with. Option B, put on. Option C, put out. Option D, put up with. ഇതൊരു ഫ്രേസൽ വെർബ് ആണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, പുട്ട് അപ്പ് വിത്ത് ആണ്. പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാല്, പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ സഹിക്കാൻ കഴിയുന്നില്ല ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ പുട്ടപ്പ് വിത്ത് പറയുന്നത്. എന്നിട്ട് ഇത് നോക്കിക്കേ, ഹിസ് വൈഫ് കാട്ട് ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. അദ്ദേഹത്തിന്റെ വൈഫിന് അദ്ദേഹം തരുന്ന ടെറിബിൾ ബിഹേവിയർ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു മീനിങ്ങിലാണ് ഈ സെന്റൻസ് വരുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, പുട്ട് അപ്പ് വിത്ത് എന്നാണ്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസൽ വേർബ് ആയിരിക്കും നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി, പുട്ട് അപ്പ് വിത്ത്. അടുത്ത് നോക്കേ, ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. ഓപ്ഷൻ എ, whirlwind. ഓപ്ഷൻ ബി, ബ്ലാക്ക് ബോർഡ്. ഓപ്ഷൻ സി, ബ്ലാക്ക് സ്മിത്ത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. ഓപ്ഷൻ എ, whirlwind. ഓപ്ഷൻ ബി, ബ്ലാക്ക് ബോർഡ്. ഓപ്ഷൻ സി, ബ്ലാക്ക് സ്മിത്ത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. അപ്പം എന്താണ് കോമ്പൗണ്ട് വേർഡ്? കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ രണ്ട് വേർഡുകൾ കൂടി ചേർത്ത് ഒരു സിംഗിൾ വേർഡ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് വേർഡ് കൂടി ചേർത്ത് അതിനെ നമ്മളൊരു സിംഗിൾ വേർഡ് ആക്കി മാറ്റുന്നതിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, whirlwind. വേൾ എന്ന് പറയുന്ന ഒരു വേർഡാണ്, വിൻഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. അത് ഒരുമിച്ച് ചേർത്തപ്പോ whirlwind ആയി. ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡ്, ഈ രണ്ട് വേർഡും കൂടി ചേർത്തപ്പം ബ്ലാക്ക് ബോർഡ് ആയി. ബ്ലാക്ക് സ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത്, അന്നേരം രണ്ട് വേർഡും കൂടെ കൂട്ടി ചേർത്തപ്പം ബ്ലാക്ക് സ്മിത്ത് ആയി. അന്നേരം ഇത് മൂന്നും എന്താണെന്ന് പറയാൻ പറ്റും? കോമ്പൗണ്ട് വേർഡ് ആണെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ രണ്ട് വേർഡ് കൂട്ടി ചേർത്തിട്ട് ഒരു വേർഡ് ആയി. അന്നേരം ഇത് മൂന്നും നമുക്ക് കോമ്പൗണ്ട് വേർഡ് ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരം ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആയിരിക്കും. ഇതെല്ലാം whirlwind, ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് സ്മിത്ത്, ഇത് മൂന്നും കോമ്പൗണ്ട് വേർഡ് ആണ്. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ്, have the whip hand means. Have the whip hand means. Option A, to swear falsely. Option B, to be in a position to control. Option C. So, have the whip hand. Whip എന്താണ്? വിപ്പ് എന്ന് വെച്ചാൽ ചാട്ടേനെയാണ് നമ്മൾ വിപ്പ് എന്ന് വിളിക്കുന്നത്. ചാട്ട എന്തിനു വേണ്ടിയിട്ടാണ്? അടിക്കാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? വിപ്പ് എന്ന് പറയുന്നത്. നമ്മളെ എന്തിനാ അടിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ അടിക്കാറുള്ളത്? നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എന്ത് ചെയ്യാറുള്ളത്? ഒരാളെ അടിക്കാറുള്ളത്. സോ ആ ഇതിന് നോക്കുമ്പോൾ കറക്റ്റ് ഉത്തരം എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി,
ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ, എന്താണ് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പൊസിഷൻ, അതാണ് ഹാവ് ദ വിപ്പ് ഹാൻഡ്. ഹാൻഡിന്റെ മീനിങ്, ഹാവ് ദ വിപ്പ് ഹാൻഡിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ ബി, ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ. ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ, the quality of the oranges dash not satisfactory. The quality of the oranges dash not satisfactory. So the quality of the oranges, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓറഞ്ചസ് നോക്കി എഴുതാൻ തോന്നും, കാരണം ഓറഞ്ചസ് പ്ലൂറൽ അല്ലയോ, അതുകൊണ്ട് അവിടെ വരുന്ന വെർബും പ്ലൂറൽ അല്ലയോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇവിടെ നമ്മൾ ഓറഞ്ചസ് അല്ല നോക്കണ്ടേ, ദ ക്വാളിറ്റി ഓഫ് എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ദ ക്വാളിറ്റി ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും എന്ത് വെർബ് യൂസ് ചെയ്യാവോ? സിംഗുലർ വെർബ് മാത്രമേ യൂസ് ചെയ്യാവൂ. ദ ക്വാളിറ്റി ഓഫ് ഇല്ലെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ്, ദ പ്രൈസ് ഓഫ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ എന്ത് വെർബ് മാത്രമേ യൂസ് ചെയ്യാവൂ? സിംഗുലർ വെർബ് മാത്രമേ യൂസ് ചെയ്യാവൂ. സോ ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വാസ്, ഓപ്ഷൻ ബി വെയർ, ഓപ്ഷൻ സി ഹാവ് ബീൻ, ഓപ്ഷൻ ഡി ആർ. എന്നിട്ട് ഇവിടെ വരുന്ന സിംഗുലർ വെർബ് ഏതാണ്? ഓപ്ഷൻ എ വാസ് ആണ്. സോ ഇതിന്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ വാസ്. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. കാരണം എന്താണ്? ദ ക്വാളിറ്റി ഓഫ് വരുമ്പോൾ അല്ലെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ്, ദ പ്രൈസ് ഓഫ് അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും എന്താ യൂസ് ചെയ്യുന്നത്? സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ വാസ് ആണ്. അടുത്ത നോക്കിക്കേ, ഹി ഡാഷ് 10 years of service by next March. He dash 10 years of service by next March. Option A will be completing, option B will complete, option C will have been completing, option D shall come. So നോക്കിക്കേ, ഇവിടെ ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ബൈ നെക്സ്റ്റ് മാർച്ച് അല്ലെ? കാരണം ബൈ നെക്സ്റ്റ് മാർച്ച്, ബൈ നെക്സ്റ്റ് ഇയർ, ബൈ നെക്സ്റ്റ് വീക്ക് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. എന്താണ്? ബൈ നെക്സ്റ്റ് മാർച്ച്, ബൈ നെക്സ്റ്റ് ഇയർ, ബൈ നെക്സ്റ്റ് വീക്ക് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ, ബൈ ചേർത്തില്ലെങ്കിൽ അങ്ങനെ പറയുവാണെങ്കിൽ കൂടുതലായിട്ട് അവിടെ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? പെർഫെക്റ്റ് സെൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബൈ ചേർത്ത് വന്നാൽ നമ്മളവിടെ വില്ലായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. അന്നേരം ഇവിടുത്തെ നോക്കിക്കേ, അന്നേരം ഇവിടെ പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് ആയിരിക്കും അവിടുത്തെ പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന ഓപ്ഷൻ. വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ്. സോ ഹി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. അന്നേരം ആൻസർ എന്താണ്? ഓപ്ഷൻ സി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, none of us played the game well. None of us played the game well. Option A, didn't we? Option B, did us? Option C, don't they? Option D, did we? ഇതിനകത്ത് നോക്കിക്കേ, none of us ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. none of us played the game well എന്ന് വെച്ചാൽ അതെന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അന്നേരം നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അന്നേരം ഓപ്ഷൻ എ നോക്കിക്കേ, പോസിറ്റീവ് ടാഗ് ഉള്ള ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണ്. ഡിഡ് ഡസും ഡിഡ് ബിയും ആണ്. ഇതിനകത്ത് നിന്ന് ഏതാണെന്ന് നോക്കണം അല്ലെ? എന്നിട്ട് നോക്കിക്കേ, ഡിഡ് ഡസ് ആയിരിക്കും, ഡിഡ് ബി ആയിരിക്കും, നൺ ഓഫ് us, സം ഓഫ് us അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? ബി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്താണ്? നൺ ഓഫ് us ഇല്ലെങ്കിൽ എന്താണ് സം ഓഫ് us ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ബി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഡിഡ് ബി ആയിരിക്കും. പ്ലേഡ് എന്ന് പറയുമ്പോ എന്താണ്? ഡിഡ് പ്ലസ് പ്ലേ ആണല്ലോ പ്ലേഡ് എന്ന് പറയുന്നത്. സോ ആൻസർ, കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഡിഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if you had reached the venue at the right time, you dash the chief guest. If you had reached the venue at the right time, you dash the chief guest. Option A, could have met. Option B, could met. Option C, could have meet. ഓപ്ഷൻ ഡി, വിൽ മീറ്റ്. മാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എന്താണ്? ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 ആണ് വന്നേക്കുന്നത്. എന്താണ്? ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 അല്ലെ? ഹാഡ് റീച്ച്ഡ് അതായത് ഹാഡ് പ്ലസ് V3 ആണ് വന്നേക്കുന്നത്. നേരത്തെ പറഞ്ഞു ഹാഡ് പ്ലസ് V3 വന്നാൽ എന്താണ്? വുഡ് ഹാവോ, കുഡ് ഹാവോ, ഷുഡ് ഹാവോ യൂസ് ചെയ്യാം. എന്നാൽ ഇതിനകത്ത് ഓപ്ഷൻ നോക്കിക്കേ, രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലെ? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എന്താണ്? കുഡ് ഹാവ് വരുന്നതാണ്. നേരത്തെ പറഞ്ഞു കുഡ് ഹാവോ ഇല്ലെങ്കിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ വരുവാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ V3 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ V3 വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ എ, കുഡ് ഹാവ് മെറ്റ്.
ഇതാണ് ഓപ്ഷൻ എ, കുഡ് ഹാവ് മെറ്റ്. ഇഫ് യു ഹാവ് റീച്ച് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു കുഡ് ഹാവ് മെറ്റ് ദ ചീഫ് ഗസ്റ്റ്. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ, കുഡ് ഹാവ് മെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡന്റ് ഫ്രം ഹിസ് മിസ്ബിഹേവിയർ. ടീച്ചർ could not dash beating the student for his misbehavior. Option A, keep down. Option B, keep from. Option C, keep back. Option D, keep away. ഇതിന്റെ കറക്റ്റ്, ഇതൊരു ഫ്രേസൽ വെർബ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, കീപ് ഫ്രം ആണ് വരുന്നത്. ഓപ്ഷൻ ബി, കീപ് ഫ്രം. കീപ് ഫ്രമിന്റെ അർത്ഥം എന്താണ്? കുഡ് നോട്ട് പ്രിവെന്റ്, ഇല്ലെങ്കിൽ എന്താണ്, മിസ്ബിഹേവിയർ കാണിച്ച കുട്ടീനെ അടിക്കാതിരിക്കാൻ ടീച്ചറിന് പറ്റിയില്ല, ആ ഒരു മീനിങ്ങിൽ വരുന്നത്. ടീച്ചർ could not keep from beating the students for his misbehavior. Prevent from അല്ലെങ്കിൽ could not prevent, ആ ഒരു മീനിങ്ങിനകത്ത് വരുന്ന കീപ് ഫ്രം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി, കീപ് ഫ്രം. അടുത്ത് നോക്കിക്കേ. The correctly spelled word is. The correctly spelled word is. നോക്കിക്കേ, ഈ ഒരു വേർഡ് കാണുമ്പോഴേ അറിയാം അവർ മൊമെന്റോ എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തേക്കുന്ന വേർഡ് ഏതാണ്? ഓപ്ഷൻ സി, MEMENTO അല്ലെങ്കിൽ MEMENTO ആണ് കറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്ന വേർഡ് മെമന്റോ. ഓപ്ഷൻ സി, MEMENTO, മെമന്റോ. ഓപ്ഷൻ സി, മെമന്റോ. അടുത്ത നോക്കിക്കേ. The court observed the agreement null and void. Here null and void means. The court observed the agreement null and void. Here null and void means. Option A, operative. Option B, invalid. Option C, authentic. Option D, legitimate. ഈ ഒരു എന്താണ്, നൾ ആൻഡ് വോയിഡ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോഴേ നമുക്കറിയാം വോയിഡിന്റെ അർത്ഥം എന്താണ്? ഇൻവാലിഡ് എന്നാണ് അർത്ഥം. വോയിഡ് എന്താണ്? ഇൻവാലിഡ് എന്നാണ് അർത്ഥം. സോ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഇൻവാലിഡ് ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ദ കോർട്ട് ഒബ്സർവ് ദ എഗ്രിമെന്റ് ആസ് ഇൻവാലിഡ്. ആ കോർട്ട് എന്ത് കണ്ടു? ആ ഒരു എഗ്രിമെന്റ് ഇൻവാലിഡ് ആണെന്ന് ഒബ്സർവ് ചെയ്തു. അതാണ് എന്താണ്, ആ നൾ ആൻഡ് വോയിഡ് എന്ന് പറയുന്നത് ഇൻവാലിഡ് എന്നാണ് അർത്ഥം. സോ കറക്റ്റ് ഓപ്ഷൻ ബി, ഇൻവാലിഡ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then, അടുത്ത ക്വസ്റ്റ്യൻ. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. Option A, iconoclast. Option B, autocrat. Option C, diplomat. Option D, agnostic. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നിലവിലെ സിസ്റ്റത്തോട് എന്താണ്, ഒരു വിദ്വേഷം പുലർത്തുന്ന ആൾ, അല്ലെങ്കിൽ എന്താണ്, ഒന്നിലും വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ ഐഡിയാസിലോ ട്രഡീഷൻസിലോ ഇമേജസിലോ അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത ഒരു ആളിനെ പറയുന്ന വേർഡ് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഐക്കണോക്ലാസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ, ഐക്കണോക്ലാസ്റ്റ്. ബാക്കിയുള്ള വേർഡിന്റെയും കൂടെ മീനിങ് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, ഓട്ടോക്രാറ്റ്. എന്താണ്? ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോക്രാറ്റ്. ഒരു സ്ഥലം ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോക്രാറ്റ്. ഇനി ഡിപ്ലോമാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വേറൊരു രാജ്യത്ത് പോയി സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വേറൊരു രാജ്യത്ത് പോയി സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര സംശയമുള്ള ആൾക്കാരെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടോ, ഇല്ലെങ്കിൽ ദൈവമുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് പ്രേതമുണ്ടോ, അങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാരെയാണ് നമ്മൾ അഗ്നോസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഈ 4 വേർഡിന്റെയും മീനിങ് ഓക്കെ ആണോ? ഐക്കണോക്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ സിസ്റ്റത്തോടോ എന്തെങ്കിലും ഒരു വിദ്വേഷം പുലർത്തുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐക്കണോക്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓട്ടോക്രാറ്റ് എന്താണ്? ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആളിനെയാണ് ഓട്ടോക്രാറ്റ് എന്ന് വിളിക്കുന്നത്. ഡിപ്ലോമാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചോ വേറൊരു രാജ്യത്ത് പോയി സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ് എന്ന് വിളിക്കുന്നത്. അഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ സംശയമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ദൈവമുണ്ടോ, പ്രേതമുണ്ടോ, ഗോസ്റ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയമുള്ള ആൾക്കാരെയാണ് നമ്മൾ അഗ്നോസ്റ്റിക് എന്ന് വിളിക്കുന്നത്. സോ ദ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ആൻഡ് ഈസ് സ്ട്രോങ്ലി അഗൈൻസ്റ്റ് accepted ideas, tradition, images. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഐക്കണോക്ലാസ്റ്റ് ആണ്. ഓപ്ഷൻ എ, ഐക്കണോക്ലാസ്റ്റ്. അടുത്ത നോക്കിക്കേ. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. He said, will you listen to such an advice? He said,
will you listen to such an advice? Option A, he asked whether they should have listened to such an advice. Option B, he asked whether they would listen to such an advice. Option C, he asked whether they had listened to such an advice. Option D, he asked whether they would listen to such an advice. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും ക്വസ്റ്റ്യൻ നോക്കിക്കേ. He said, will you listen to such an advice? നമ്മളിപ്പോ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ അവിടെ ഇഫോ വെതറോ യൂസ് ചെയ്തിരിക്കണം. അന്നേരം നോക്കി എല്ലാ ഓപ്ഷനകത്തും വെതർ ഉണ്ട്. ഇനി നോക്കി വിൽ യു ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ് എന്നാണ്. അപ്പം ബില്ല് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതെന്തുമായിരിക്കണം? വുഡ് ആയിരിക്കണം. ബില്ല് വന്നാൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വുഡ് ആയിരിക്കണം. അന്നേരം വുഡ് വരുന്ന 3 ഓപ്ഷൻ ഉണ്ട് അല്ലെ? വുഡ് വരുന്ന ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി ഇലെല്ലാം വുഡ് ഉണ്ട്. ഓപ്ഷൻ എയിലാണെങ്കിൽ വുഡ് ഹാവ് ഇൻസെന്റ് ആണ്, ഒരിക്കലും വുഡ് ഹാവ് വരത്തില്ല. അന്നേരം ഓപ്ഷൻ എ നമുക്ക് കളയാം. ഓപ്ഷൻ സി നോക്കിക്കേ, ഓപ്ഷൻ ബി നോക്കിക്കേ, വുഡ് ലിസൺഡ് എന്നാണ്. വുഡ് പ്ലസ് V3 ആണ്. അന്നേരം വുഡ് പ്ലസ് V3 വരത്തില്ല. വുഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും V1 യൂസ് ചെയ്യത്തുള്ളൂ. വുഡിന്റെ കൂടെ V1 യൂസ് ചെയ്യത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. അടുത്ത് നോക്കിക്കേ, എക്സ്പാൻഡ് UPI. എക്സ്പാൻഡ് UPI. Option A, Unified Payments Interface. Option B, Unified Powered Institution. Option C, Unified Program Implementation. Option D, United Payments Investment. So, ഇതിനകത്ത് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. UPI എന്ന് വെച്ചാൽ ഓപ്ഷൻ എ, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്.